Okay, welcome back. Our next topic, time for emptying a tank. Time for emptying a tank. ഒരു ടാങ്ക് എംറ്റി ആവാൻ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു ടാങ്ക് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു ഹോളുണ്ട്. ഓക്കെ, ഈ ടാങ്കിൽ ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഹോള് വഴി ലിക്വിഡ് പുറത്തേക്ക് പോകുന്നു. ആ പുറത്തേക്ക് പോകുന്ന വെലോസിറ്റീൻ്റെ പേരാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്, അല്ലേ? വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. അപ്പോൾ ഇതിൽ ഈ ടാങ്ക്, അപ്പോൾ ഇത് ലിക്വിഡ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഈ ടാങ്ക് ഇങ്ങനെ എംറ്റി ആയിക്കൊണ്ടേയിരിക്കും, അല്ലേ? അങ്ങനെ ഇവിടെ വരെ ലെവൽ കുറയും, അല്ലേ? ഹോളുള്ള ഈ ലെവൽ വരെ ഇതിൻ്റെ ലെവൽ ഇങ്ങനെ കുറയും. അപ്പോൾ ലെവൽ കുറഞ്ഞ് ഇവിടെ വരെ എത്താനുള്ള ടൈമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടൈം ഇതിൽ ഈ ഹോളിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ സ്മോൾ ആയി എടുത്തു. ഈ ടോപ്പ് സർഫസിൻ്റെ ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ലിക്വിഡ് പുറത്ത് പോകുന്ന വെലോസിറ്റീൻ്റെ പേരാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. അതിൻ്റെ ഇക്വേഷൻ √2gh എന്നാണ്, അല്ലേ? എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഹോളിൻ്റെ മുകളിലുള്ള ഈ ഹൈറ്റാണ് എച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിക്വിഡ് പുറത്ത് പോകുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ലിക്വിഡിൻ്റെ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ കുറഞ്ഞു വരുന്ന ആ വെലോസിറ്റിനെ ഞാൻ V1 എന്ന് വിളിച്ചു. വെലോസിറ്റി V1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം, അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം A1V1 = A2V2. അപ്പോൾ A1V1 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ A × V1. അപ്പോൾ ക്യാപിറ്റൽ A × V1, A1V1 = A2V2 എന്ന് പറയുമ്പോൾ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്മോൾ a ആണ്. അപ്പോൾ സ്മോൾ a × V, ഇത് √2gh ആണ്, അല്ലേ? അപ്പോൾ A2V2 എന്ന് പറയുമ്പോൾ A × V2 എന്ന് പറയുമ്പോൾ ഇതാണ് √2gh. അപ്പോൾ സ്മോൾ a × √2gh വരും. ഓക്കെ, സോ ക്യാപിറ്റൽ A × V1 ആണ്. V1 ഇവിടെയുള്ള വെലോസിറ്റി, അല്ലേ? അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ ലെവൽ കുറഞ്ഞു വരുന്നത് ഇതിനെ ഞാൻ DH എന്ന് വിളിക്കുന്നു. DH എന്നെടുത്തു. ഇനി ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ലെവൽ ഇങ്ങനെ കുറയാനെടുത്ത, അപ്പോൾ ലെവൽ കുറയുന്നതിനനുസരിച്ചുള്ള ഈ സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റാണ് ഞാൻ DH എന്നെടുത്തത്. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെവൽ കുറയാനുള്ള ടൈമിനെ ഞാൻ DT എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എങ്ങനെ ചെയ്താൽ വെലോസിറ്റി = റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ വെലോസിറ്റിനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് DH അല്ല, അപ്പോൾ DH/dt എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി V1നെ നമുക്ക് DH/dt എന്ന് എഴുതാം. DH/dt. ഓക്കെ, സ്മോൾ a × √2gh. ഓക്കെ, ടേക്ക് DT ദാറ്റ് സൈഡ്. DT അങ്ങോട്ട് എടുക്കുക, ബാക്കിയല്ല ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? ക്യാപിറ്റൽ A × DH ഡിവൈഡഡ് ബൈ സ്മോൾ a × √2gh. ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തു. ഇനി DT ആ സൈഡിലെടുത്തു. അപ്പോൾ DT. ഇനി നമ്മൾ ഈ ഇക്വേഷനെ രണ്ട് സൈഡും നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ DT ഇൻ്റഗ്രൽ ക്യാപിറ്റൽ A × DH ഡിവൈഡഡ് ബൈ സ്മോൾ a × √2gh അല്ല, √2gh ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, √2g ഇൻറ്റു പിന്നെ √h ഉണ്ട്. അപ്പോൾ √hനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ കാരണമുണ്ട്. ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്. നമുക്ക് കോൺസ്റ്റൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് എടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി.
ഇനി ഇതിൽ ഒരു ചെറിയൊരു കാര്യം, ടൈം കഴിയും തോറും എന്താവും, ടൈം കഴിയും തോറും ഈ ലെവൽ കുറഞ്ഞല്ലേ വരിക. വെൻ ടൈം ഇൻക്രീസസ്, സമയം കഴിയും തോറും ദ ലെവൽ വിൽ ഡിക്രീസ്. സമയം കഴിയും തോറും ആ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ലെവൽ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു മൈനസ് എടുക്കും. അപ്പോൾ ആ മൈനസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, മൈനസിൻ്റെ മീനിങ് വെൻ ടൈം ഇൻക്രീസസ്, സമയം കഴിയും തോറും ദ ലെവൽ ഓഫ് ലിക്വിഡ് വിൽ ഡിക്രീസ്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ, ഇൻ്റഗ്രൽ ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി ആണ് അല്ലേ. ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ ടി ആണ്. ഇനി ലെവൽ കുറയുന്നത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കണ്ടേ. ലിമിറ്റ് കൊടുക്കേണ്ടത് കൊടുക്കാം ഓട്ടോമാറ്റിക്. സോ ഇൻ്റഗ്രൽ ഡി ടി ഈസ് ടി ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ ഇൻറ്റു റൂട്ട് 2g. ദിസ് ഈസ് കോൺസ്റ്റൻറ്റ്. ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സ്മോൾ എ ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ജി കോൺസ്റ്റൻറ്റ്. സോ ദിസ് ടോട്ടൽ ടേം ഈസ് കോൺസ്റ്റൻറ്റ്. പിന്നെയുള്ളത് ഇൻ്റഗ്രൽ ഡി എച്ച് ബൈ റൂട്ട് എച്ച് എന്നാണ്. എച്ച് കോൺസ്റ്റൻ്റ് അല്ലല്ലോ. എച്ച് കോൺസ്റ്റൻ്റ് അല്ല എന്ന് പറയാൻ കാരണം ഈ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ. അപ്പോൾ ഈ എച്ച് ഇങ്ങനെ കുറഞ്ഞ് വരികയല്ലേ ചെയ്യുക. സോ എച്ച് കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് ബാക്കിയൊക്കെ കോൺസ്റ്റൻസ് ഒക്കെ പുറത്തെടുത്തു. ഇനി ലെവൽ കുറയുന്നത് ഇവിടെ മുതൽ ഈ ലെവൽ മുതൽ ഇവിടെയാണ് ഹോൾ ഉള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെ കുറയുക അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് ഞാൻ h1 ആയിട്ടും h1, ഈ ഹൈറ്റ് നമ്മൾ h2 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ലെവൽ കുറയുക എവിടെ മുതൽ എവിടെ വരിക, h1 മുതൽ h2 വരെ ഇവിടെ വരികയാണ്. അപ്പോൾ ടൈം ഫോർ എംപ്റ്റിങ് എ ടാങ്ക് ഫ്രം ലെവൽ h1 ടു h2, h1ൽ നിന്ന് h2 വരെ ലെവൽ കുറയും. അപ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് h1 മുതൽ h2 വരെയാണ്. ഓക്കെ, സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി ഈക്വൽ ടു എന്തൊക്കെയാണുള്ളത്, മൈനസ് ക്യാപിറ്റൽ എ ഡിവൈഡ് ബൈ സ്മോൾ എ ഇൻറ്റു റൂട്ട് 2g. ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ h1 ടു h2. ഇത് റൂട്ട് എച്ച് അല്ലേ, റൂട്ട് എച്ച് എന്ന് പറയുമ്പോൾ h⁻². അപ്പോൾ അത് മുകളിൽ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ h⁻² ആണ്. അത് ന്യൂമറേറ്ററിൽ എഴുതുമ്പോൾ h⁻−1/2 എഴുതാം. സോ h⁻−1/2 ഇത് ന്യൂമറേറ്ററിലേക്ക് എടുത്തു. അതിൻ്റെ കൂടെ ഡി എച്ച് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഫോമിൽ ഉപയോഗിക്കുക, ഇത് x⁻n dx ആ ഫോമിലാണുള്ളത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x⁻n+1/n+1 അങ്ങനെയല്ലേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യല്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ എന്ത് വരും, ടൈം ഈക്വൽ ടു മൈനസ് എ ഡിവൈഡഡ് ബൈ സ്മോൾ എ ഇൻറ്റു റൂട്ട് 2g. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എങ്ങനെ വരും, അപ്പോൾ ഇവിടെ h⁻n ഇതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്നാ h⁻n+1/n+1. n എന്ന് പറയുമ്പോൾ -1/2. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് എങ്ങനെ വരിക, h⁻n+1. n+1 എന്ന് പറയുമ്പോൾ ഇത് -1/2 ആണ് n. അപ്പോൾ n+1 എന്ന് പറയുമ്പോൾ -1/2 + 1 ഡിവൈഡ് ബൈ n+1. n+1 എന്ന് പറയുമ്പോൾ -1/2 + 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട്. ഓക്കെ, ലിമിറ്റ് നമ്മൾ ആദ്യമേ കൊടുത്തു, ലിമിറ്റ് h1 ടു h2 ആണ്. ഓക്കെ, സോ ടൈം ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ ഇൻറ്റു റൂട്ട് 2g. ഓക്കെ, ഇൻറ്റു ഇതെന്ത് വരും, h⁻−1/2 + 1 എന്ന് പറയുമ്പോൾ 1/2 ഡിവൈഡ് ബൈ -1/2 + 1 1/2. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ലിമിറ്റ് h1 ടു h2. ഓക്കെ, ഇനി നമ്മൾ ഈ 1/2നെ നമ്മളൊന്ന് പുറത്തെടുത്തോ. അപ്പോൾ ടൈം ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ ഇൻറ്റു റൂട്ട് 2g. ഈ 1/2 ഇത് ഡിനോമിനേറ്ററിലുള്ള, അപ്പോൾ 1/2നെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് വരിക, ഡിനോമിനേറ്ററിലല്ലേ, അപ്പോൾ 1/2 പുറത്തെടുത്തു. ഓക്കെ, റെഡി. പിന്നെയുള്ളത്, പിന്നെ ബ്രാക്കറ്റിനുള്ളിലുള്ളത് h⁻1/2. h⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എച്ച് ആണ്. റൂട്ട് എച്ച് h⁻1/2 റൂട്ട് എച്ച്. ലിമിറ്റ് h1 ടു h2. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം
ഇത് √2 ക്യാൻസൽ ചെയ്താൽ ഇവിടെ √2 വരും, ഇവിടെ √2 വരും. ഈ √2 ന്യൂമറേറ്ററിലേക്ക് പോകും അല്ലേ. അപ്പോൾ ടൈം ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ A √2 ആവും. ഈ √2 ഏറ്റവും അല്ലേ ന്യൂമറേറ്ററിലേക്ക് പോകും. ഡിവൈഡ് ബൈ സ്മോൾ a ഇൻറ്റു ഇവിടെയുള്ള പിന്നെ √g ആണ്, √g. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യണം, എച്ചിന് പകരം അപ്പർ ലിമിറ്റ് h2 കൊടുക്കണം. √h ആണുള്ളത്. അപ്പം √h സ്ഥാനത്ത് h2 വരും അല്ലേ. പിന്നെ മൈനസ് പിന്നെ h സ്ഥാനത്ത് h1, അപ്പോൾ √h1 ഇങ്ങനെ കിട്ടി. ഓക്കെ, സോ വൺ മോർ സ്റ്റെപ്പ്. ഇതിൽ ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റിന് പുറത്തൊരു മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ മൈനസ് ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ടേമും മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവും, h2 മൈനസ് ആവും. മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസിൻ്റെ മൈനസ് അത് പ്ലസ് ആവും. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. ഇത് ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ ടൈം എങ്ങനെ വരും, ക്യാപിറ്റൽ A ബൈ സ്മോൾ a ഇതിങ്ങനെ ചെയ്താൽ √2/g അല്ലേ, രണ്ട് റൂട്ടിൻ്റെ ഉള്ളല്ലേ, രണ്ട് റൂട്ടിൻ്റെ ഉള്ളായതുകൊണ്ട് √2/g എന്ന് ചെയ്താൽ ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇത് പ്ലസ് ആവും, ഇത് പ്ലസ് ആവുന്നതുകൊണ്ട് ആദ്യം ഇത് എഴുതിക്കോ. അപ്പോൾ √h1 ഇത് പ്ലസ് ആവും, മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇത് മൈനസ് ആവും, അപ്പോൾ മൈനസ് √h2 ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. എന്നുള്ള ഇക്വേഷൻ, ഒരു ടാങ്കിൽ നമ്മൾ ലിക്വിഡ് എടുത്തു, ടാങ്കിൻ്റെ സൈഡിലൊരു ചെറിയ ഓറിഫിസ് ഉണ്ട്, ഒരു ഹോളുണ്ട്. അപ്പോൾ ഹോളിലൂടെ ലിക്വിഡ് പുറത്തേക്ക് പോകുന്നു. അതിന് ഫലമായിട്ട് ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ലെവൽ h1 ആണ് ഇനീഷ്യൽ ലെവൽ. h1 മുതൽ h2 വരെ കുറയുന്നു. h1 മുതൽ h2 വരെ കുറയാൻ ഈ ലെവൽ ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ വരെ എത്താനുള്ള ടൈം കാണേണ്ട ഫോമുല ഇത്. ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സ്മോൾ a എന്ന് പറയുന്നത് ഹോളിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഒരു വൺ മോർ തിങ്. ഈ ഹോളില്ലേ, ഈ ഹോളുള്ളത് ഏറ്റവും അടിയിലാണെങ്കിലോ, ഇവിടെയാണ് ഹോൾ എന്ന് വിചാരിച്ചു, ഇവിടെയാണ് ഹോളെങ്കിൽ ആ ഹോളിലേക്കുള്ള ഹൈറ്റ് അല്ലേ h2, ആ ഹോളിലേക്കുള്ള ഹൈറ്റ് അല്ലേ h2. അപ്പോൾ ഹോൾ ഏറ്റവും അടിയിലാണെങ്കിലോ, ഹോൾ ഇവിടെയല്ല, ഹോൾ ഏറ്റവും താഴെയാണ്. അപ്പോൾ ഹോൾ ഏറ്റവും താഴെയാകുമ്പോൾ ഈ ഹൈറ്റ് ഉണ്ടാവില്ല, കാരണം ഹോളിലേക്കുള്ള ഹൈറ്റ് ആയിരുന്നു h2. അപ്പോൾ ഹോൾ ഇപ്പോൾ ഏറ്റവും താഴെയുള്ളത്. അപ്പോൾ h1 ഇത്, ഹോൾ ഇവിടെയാണെങ്കിൽ ഇതാണ് h2, ഹോൾ ഇവിടെയാണെങ്കിൽ ഇതാ h2, ഹോൾ ഇവിടെയാണെങ്കിൽ ഇതാ h2. അപ്പോൾ ഹോൾ ഏറ്റവും അടിയിലാണെങ്കിലോ h2 ഇല്ല, h2 മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഹോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് h2 മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹോൾ ഏറ്റവും താഴെയാണെങ്കിൽ നമുക്ക് h2 എന്ന് പറയുന്ന സംഭവം പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ h2 0 ആയിരിക്കും, h2 ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇപ്പോൾ എവിടെ മുതൽ എവിടെ വരെ എംറ്റി ആവും, ഇത് ഫുള്ളാ ഹോൾ ഏറ്റവും താഴെയായതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇത് ഫുള്ളായിട്ട് എംറ്റി ആവും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എംറ്റി ആവാനുള്ള ടൈം അപ്പോൾ ആരില്ല, ഫുള്ളായിട്ട് എംറ്റി ആവുന്ന സമയത്ത് ഈ h2 എന്ന് പറയുന്ന ഹൈറ്റ് ഇല്ല. അപ്പോൾ h1 പകരം ഞാൻ h1 പകരം h എന്നങ്ങ് എടുത്തു, h1 പകരം h എന്നെടുത്തു. h2 ഇല്ല, അപ്പോൾ h2 0. ഓക്കെ, അപ്പോൾ ഈ ടാങ്ക് ഫുള്ളായിട്ട് എംറ്റി ആവാനുള്ള ടൈം അപ്പോൾ എന്ത് വരും, ടൈം ഈക്വൽ ടു A/A √2/g. ഇതെന്ത് വരും, ഇവിടെ √h വരും. h1 പകരം ഞാൻ h എന്ന് പറഞ്ഞല്ലോ, മൈനസ് ഇതില്ല, h2 0 ആണ്, അപ്പോൾ അതില്ല. അപ്പോൾ ടൈം എന്ത് വന്ന്, ക്യാപിറ്റൽ A ബൈ സ്മോൾ a ഇത് √h അല്ലേ, അപ്പോൾ ഇതെല്ലാം കൂടി ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ √2h അത് റൂട്ടിൻ്റെ ഉള്ളിലല്ലേ, ഇത് റൂട്ടിൻ്റെ ഉള്ള, ഇത് റൂട്ടിൻ്റെ ഉള്ള, അപ്പോൾ √2h/g. ഇതാണ് കംപ്ലീറ്റ് എംറ്റി ആവാനുള്ള ടൈം. ഇത് ഈ ഇക്വേഷൻ ഒരു ലെവൽ മുതൽ വേറെ ലെവൽ വരെ h1 മുതൽ h2 വരെ എംറ്റി ആവാനുള്ള ടൈമാണ് ഇത്. ഈ ടാങ്ക് ഹോൾ ഏറ്റവും താഴെയാണുള്ളത്. അപ്പോൾ ഈ ടാങ്ക് ഫുള്ളായിട്ട് എംറ്റി ആവാനുള്ള ടൈമാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ബെർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസാണ് പറയുന്നത്. അതിലിടയ്ക്ക് ഒരു ടോപ്പിക് വന്നതാണ് ഇത്, ടൈം ഫോർ എംറ്റിങ് എ ടാങ്ക്. ഓക്കെ, ബെർണോളിസ് തിയറത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് അപ്ലിക്കേഷൻ, ബെർണോളിസ് തിയറത്തിൻ്റെ അടുത്ത അപ്ലിക്കേഷനാണ് മാഗ്നസ് എഫക്റ്റ്. നെക്സ്റ്റ് അപ്ലിക്കേഷനാണ് മാഗ്നസ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു
ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന സമയത്ത് നമ്മൾ ബോൾ എറിയുന്നു. ബോളിപ്പോൾ സ്പിൻ ബോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ബോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോൾ കയ്യിൽ നിന്ന് വിടുന്ന സമയത്ത് നമ്മളങ്ങ് ബോൾ സ്പിൻ ചെയ്യും, കറക്കൂലേ? ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോൾ നിലത്ത് കുത്തിയിട്ട് ടേൺ ചെയ്യും. നിലത്ത് കുത്തിയതിന് ശേഷം ടേൺ ചെയ്യും. അതല്ലേ, ആ സംഭവമല്ല. ഈ ബോള് ചിലപ്പോൾ വായുവിൽ വെച്ച് തന്നെ ബോൾ ടേൺ ചെയ്യും. അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യും. വായുവിൽ വെച്ച് തന്നെ ഡീവിയേറ്റ് ചെയ്യും. നിലത്ത് കുത്തിയതിന് ശേഷമല്ല, വായുവിൽ വെച്ച് തന്നെ ചിലപ്പം അതിൻ്റെ പാത്ത് എന്ത് ചെയ്യും, പാത്ത് ഡീവിയേറ്റ് ചെയ്യും. നന്നായിട്ട് ഇതിനെ സ്പിൻ ചെയ്ത് കറക്കി വിട്ടാൽ ആ ഡീവിയേറ്റ് ചെയ്യുന്ന ആ ഫിനോമിനയാണ് മാഗ്നസ് എഫക്റ്റ്. അതിന് കാരണം ബെർണോൾഡ് സിയറാണ്, ബെർണോൾഡ് സിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇപ്പം നമ്മൾ ബോള് സ്പിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, സ്പിൻ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ബോള് കറങ്ങുന്നേയില്ല വിചാരിക്കും, കറങ്ങുന്നില്ല, നേരെ പോവാണ്. ഓക്കെ, ഇത് കറങ്ങുന്നില്ല, അത് നേരെ പോവാണ്. അങ്ങനെയാണെങ്കിൽ എയർ റെസിസ്റ്റൻസ് അറിയാലോ. അപ്പോൾ എയർ എപ്പോഴും ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും അല്ലേ? അപ്പോൾ എയർ റെസിസ്റ്റൻസ് ഇങ്ങോട്ടായിരിക്കും, ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ എയർ റെസിസ്റ്റൻസ് ഇങ്ങോട്ടായിരിക്കും. ബോൾ സ്പിൻ ചെയ്യുന്നില്ലേ, കറങ്ങുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോൾ ഇങ്ങനെ കുറേ മുന്നിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ എങ്ങാൻ വന്ന് പിച്ച് ചെയ്തു. ഓക്കെ, ഇനി ഇതേ ബോള് കറങ്ങിക്കൊണ്ടാണ് പോകുന്നത്, സ്പിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ, കറങ്ങിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പാത്ത്, ഇത് ശരിയായ പാത്തല്ല, പരാബോളിക് പാത്ത്, ഇങ്ങനെ ഈ ഒരു പാത്തിലല്ലേ പോവുക. ഇത് ഈ പാത്തിൽ നിന്ന് വായുവിൽ വെച്ച് തന്നെ ബോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്യും. വായുവിൽ വെച്ച് തന്നെ ഈ ശരിക്കുള്ള ഒറിജിനൽ പാത്തിൽ നിന്ന് ആ ബോൾ ഡീവിയേറ്റ് ചെയ്യും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും വന്നിട്ടാണ് പിച്ച് ചെയ്യുക. ഓക്കെ, ആ ഫിനോമിനയാണ് മാഗ്നസ് എഫക്റ്റ്. ബോൾ എങ്ങനെ വിട്ടാൽ, സ്പിൻ ചെയ്തുകൊണ്ട് വിട്ടാൽ, കറക്കിക്കൊണ്ട് വിടണം. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിപ്പോൾ ഒരു ബോൾ. ഓക്കെ, ഈ ബോള് സ്പിൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, ഇങ്ങനെയാണ് കറങ്ങുന്നത് വിചാരിക്കുക. ഇത് ബോൾ കറങ്ങുന്ന ഡയറക്ഷനാണ്, ബോൾ കറങ്ങുന്നത്. ഈ ബോള് ശരിക്കും പിച്ച് ചെയ്യേണ്ടത്, ശരിക്കും അതിൻ്റെ പാത്ത്, നമ്മൾ നേരത്തെ കാണിച്ച പാത്ത് ഇവിടെയാണ് ശരിക്കും പിച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ഈ ബോൾ ഇപ്പോൾ കറങ്ങിക്കൊണ്ടാണ് പോകുന്നത്. കറങ്ങിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഞാനെന്നാ പറഞ്ഞത്, ചിലപ്പോൾ ഈ പാത്തിൽ നിന്ന്, ശരിക്കുള്ള പാത്തിൽ നിന്ന് അതെന്ത് ചെയ്യാം, ഡീവിയേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. നോക്കുക, അപ്പോൾ ബോളിപ്പം ഇങ്ങനെ ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ബോളിൻ്റെ ഈ കറങ്ങുന്ന ഈ വെലോസിറ്റിനെ ഞാൻ വി എന്ന് വിളിച്ചു. വി ആണ്. ഓക്കെ, അതിന് നമ്മൾ വി എന്നെടുത്തു. ഓക്കെ, ഇവിടെ ഈ ബോളിൻ്റെ അപ്പർ സർഫസുമായിട്ട് വരുന്ന എയർ ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യല്ലേ ചെയ്യുക. ഓക്കെ, എയറിൻ്റെ വെലോസിറ്റി ഞാൻ യു എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡിൽ നോക്ക്, എയർ ഫ്ലോ എങ്ങനെയായിരിക്കും, മൊത്തത്തിൽ ബോൾ അങ്ങോട്ടാണ് പോകുന്നത്, ബോൾ മുന്നോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ബോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എയർ റെസിസ്റ്റൻസ് എന്തായിട്ട് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ എയർ ഫ്ലോൻ്റെ ആ വെലോസിറ്റിനെയാണ് യു എന്നെടുത്തത്. ഇത് ഞാൻ കാണിച്ച ഈ വി എന്ന് പറഞ്ഞത് ഈ ബോൾ സ്പിൻ ചെയ്യുന്ന കറങ്ങുന്ന വെലോസിറ്റിയാണ് ഞാൻ വി എന്നെടുത്തത് കേട്ടോ. ഇപ്പോൾ കറങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡ് നോക്കി നിങ്ങൾ, അപ്പർ സൈഡിൽ ഈ ബോൾ കറങ്ങുന്ന വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. എയർ ഫ്ലോൻ്റെ വെലോസിറ്റി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡിൽ ഇത് കറങ്ങുന്ന സ്പീഡാണ് ഞാൻ വി എന്ന് കാണിച്ചത്. ആ കറങ്ങുന്ന സ്പീഡ് വി, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ എയർ ഫ്ലോൻ്റെ വെലോസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റിൽ ഇവിടെയുള്ള മുകൾ സൈഡിൽ, മുകൾ ഭാഗത്ത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ബോൾ സ്പിൻ ചെയ്യുന്ന സ്പീഡും
എയർ ഫ്ലോൻ്റെ സ്പീഡും ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. ഓപ്പോസിറ്റായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെയുള്ള റിസൾട്ടൻ്റ് സ്പീഡ്, റിസൾട്ടൻ്റ് വെലോസിറ്റി എന്താവും? ഓപ്പോസിറ്റായി വരുന്നതുകൊണ്ട് അവിടെ v മൈനസ് യു ആവും. റിസൾട്ടൻ്റ് വെലോസിറ്റി v മൈനസ് യു ആവും. ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി ഓഫ് എയർ അവിടെ v മൈനസ് യു വരും. ഇവിടെയോ, ഇവിടെ ബോൾ കറങ്ങുന്ന വെലോസിറ്റി ഉണ്ടോ? ബോൾ ഇങ്ങനെയല്ലേ കറങ്ങുന്ന ഡയറക്ഷൻ അപ്പോൾ ഇങ്ങനെയല്ലേ. ഓക്കെ, ബോൾ കറങ്ങുന്ന ഡയറക്ഷനും എയർ ഫ്ലോൻ്റെ വെലോസിറ്റിയും, ഓക്കെ, ബോൾ സ്പിൻ ചെയ്യുന്ന സ്പീഡും എയർ ഫ്ലോൻ്റെ വെലോസിറ്റിയും രണ്ടും സെയിം ഡയറക്ഷൻ ഉണ്ടായി. ഇതേ ഡയറക്ഷനിൽ തന്നെ ഇതും വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻ്റ് സ്പീഡ് എന്താവും? v പ്ലസ് യു ആവും. റിസൾട്ടൻ്റ് സ്പീഡ് v പ്ലസ് യു ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് സ്പീഡ് v പ്ലസ് യു, മുകൾ ഭാഗത്ത് v മൈനസ് യു. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ എയർ ഫ്ലോൻ്റെ സ്പീഡും ബോൾ സ്പിൻ ചെയ്യുന്ന സ്പീഡും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ എയറിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി v പ്ലസ് യു ആവും, മുകൾ ഭാഗത്ത് v മൈനസ് യു ആവും. അപ്പോൾ v പ്ലസ് യു, അപ്പോൾ ഇവിടെ v പ്ലസ് യു ആണ്, അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടി. ഇവിടെ v മൈനസ് യു ആണ്, അപ്പോൾ അവിടെ വെലോസിറ്റി കുറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മുകൾ ഭാഗത്ത് v മൈനസ് യു ആണ്, താഴ്ഭാഗത്ത് v പ്ലസ് യു ആണ് റിസൾട്ടൻ്റ് സ്പീഡ്. ഓക്കെ, അപ്പോൾ v പ്ലസ് യു, അപ്പോൾ ഇവിടെയാണ് വെലോസിറ്റി v പ്ലസ് യു ആണ്, അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതലാണ്, ഇവിടെ വെലോസിറ്റി കുറവാണ്. നമ്മളെന്താ പഠിച്ചത്? ബെർണോളിസ് തിയറം പ്രകാരം വെലോസിറ്റി കൂടുന്ന സമയത്ത് അവിടെ പ്രഷർ കുറയും. വെലോസിറ്റി കൂടിയെടുത്ത് പ്രഷർ കുറയും. ഇവിടെ v മൈനസ് യു ആണ്. v മൈനസ് യു എന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു. വെലോസിറ്റി കുറയുമ്പോൾ നമ്മൾ ബെർണോളിസ് തിയറം പ്രകാരം പ്രഷർ കൂടും. വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കൂടും. അപ്പോൾ ബോൾ ഇങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ തന്നെ സ്പിൻ ചെയ്യണമെന്നില്ല, പല രീതിയിൽ ബോൾ സ്പിൻ ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കാണിച്ച ഡയറക്ഷനിൽ അത് സ്പിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് പ്രഷർ കൂടും, താഴ്ഭാഗത്ത് പ്രഷർ കുറയും. വെലോസിറ്റി കൂടിയ സ്ഥലത്ത് പ്രഷർ കുറയും, വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കൂടും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ കൂടിയെടുത്തുനിന്ന് പ്രഷർ കുറഞ്ഞെടുത്തേക്ക്, ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഹൈ പ്രഷർ ടു ലോ പ്രഷർ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എയറിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും, എയറിൻ്റെ ഫ്ലോ വരും. ഹൈ പ്രഷർ ടു ലോ പ്രഷർ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എയറിൻ്റെ ഫ്ലോ വരും. അപ്പോൾ ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ് കാരണം ദർ ഇസ് എ എയർ ഫ്ലോ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു തള്ളൽ, അപ്പോൾ ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എയറിൻ്റെ ഒരു തള്ളൽ വരും. അപ്പോൾ ആ തള്ളൽ കാരണം, ഓക്കെ, അപ്പോൾ ബോൾ ശരിക്ക് പോകേണ്ട പാത്ത് ഇതാണല്ലോ. ഓക്കെ, ഈ പുഷിങ് കാരണം ഈ ശരിക്ക് പോകേണ്ട ഡയറക്ഷനിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വരുന്നത് എയർ ഫ്ലോ. അപ്പോൾ ശരിക്ക് പോകേണ്ട ഡയറക്ഷനിൽ നിന്ന് ബോൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ വായുവിൽ വെച്ച് തന്നെ അതിൻ്റെ ഒറിജിനൽ പാത്തിൽ നിന്ന് ബോൾ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, ഒറിജിനൽ പാത്തിൽ നിന്നുള്ള ഈ ഡീവിയേഷൻ അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം, ദിസ് ഫിനോമിന ഈസ് കോൾഡ് മാഗ്നസ് എഫക്റ്റ്. അപ്പോൾ വെൻ എ സ്ഫിയർ അല്ലെ വെൻ എ ബോൾ മൂവിങ് ത്രൂ എയർ, സ്റ്റിൽ എയർ, വൈൽ സ്പിന്നിങ് സ്പിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദർ ഇസ് എ ഡീവിയേഷൻ ഇൻ ഇറ്റ്സ് ഒറിജിനൽ പാത്തിനൊരു ഡീവിയേഷൻ ഉണ്ടാവും അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം. ദിസ് ഫിനോമിന ഈസ് കോൾഡ് മാഗ്നസ് എഫക്റ്റ്. ഈ ബോൾ ഇപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ പാത്തിൽ നിന്ന് ഇങ്ങോട്ടല്ലേ ഡീവിയേറ്റ് ചെയ്തത്, ഇങ്ങനെ തന്നെ ഡീവിയേറ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ മുകളിലേക്ക് ഡീവിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ബോൾ വേറെ രീതിയിൽ സ്പിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന എടുക്കൂ, ബോൾ സ്പിൻ ചെയ്യുന്നത് ഈ ബോൾ സ്പിൻ ചെയ്യുന്നതേ ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. ബോൾ കറങ്ങുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ പാത്ത്. ഓക്കെ, റെഡി. ബോൾ സ്പിൻ ചെയ്ത് ഇങ്ങനെയാണ്, ഇവിടെ അങ്ങോട്ടും ഇവിടെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ബോൾ സ്പിൻ ചെയ്യുന്ന സ്പീഡ് ഞാൻ v എന്നെടുത്തു. ഓക്കെ, ഇത് കറങ്ങുന്ന സ്പീഡാണ് ഞാൻ മാർക്ക് ചെയ്തത്, കറങ്ങുന്ന സ്പീഡാണ് ഞാൻ v എന്ന് മാർക്ക് ചെയ്തത്. ഓക്കെ, മൊത്തത്തിൽ ഇത് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കറങ്ങുന്നത്. നേരത്തെ ഇങ്ങനെയായിരുന്നു കറങ്ങിയത്, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ മുന്നോട്ടേക്കാണല്ലോ പോകുന്നത്. മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് എയർ ഫ്ലോ എങ്ങനെയാണ് വരിക? എയർ റെസിസ്റ്റൻസ് എപ്പോഴും ഇങ്ങനെയാണ്, ഈ ഡയറക്ഷനിലാണ് വരിക. ഓക്കെ,
ആ വെലോസിറ്റി ഞാൻ യു എന്നെടുത്തു, യു. അപ്പോൾ ഇവിടെയാണ് ബോൾ സ്പിൻ ചെയ്യുന്ന സ്പീഡും എയറിൻ്റെ സ്പീഡും ഇവിടെയാണ് ഈ ഭാഗത്താണ് ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻ്റ് സ്പീഡ് വി മൈനസ് യു ആവും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് വി മൈനസ് യു ആവും. ഈ താഴ്ഭാഗത്ത് ബോളുമായിട്ട് കോണ്ടാക്റ്റിലുള്ള എയറിൻ്റെ സ്പീഡ്, റിസൾട്ടൻ്റ് സ്പീഡ് വി മൈനസ് യു ആവും. ഇവിടെ വിയും യുവും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ സെയിം ഡയറക്ഷനിലാണ്, രണ്ട് സെയിം ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് അവിടെയുള്ള റിസൾട്ടൻ്റ് സ്പീഡ് വി പ്ലസ് യു ആവും. ഓക്കെ, അപ്പോൾ ബോൾ ഇപ്പോൾ ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് വി പ്ലസ് യു, മുകൾ ഭാഗത്ത് ബോളുമായിട്ട് കോണ്ടാക്റ്റിലുള്ള എയറിൻ്റെ സ്പീഡ് വി പ്ലസ് യു, താഴ്ഭാഗത്തോ വി മൈനസ് യു. അപ്പോൾ വി പ്ലസ് യു, അപ്പോൾ ഇവിടെയാണ് സ്പീഡ് കൂടുതൽ, വെലോസിറ്റി കൂടുതൽ. അപ്പോൾ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് വെലോസിറ്റി കൂടുതൽ സ്ഥലത്ത് പ്രഷർ കുറയും. അപ്പോൾ അവിടെ പ്രഷർ കുറയും. ഇവിടെ വി മൈനസ് യു ആണ്, അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറവായതുകൊണ്ട് പ്രഷർ കൂടും. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവും. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു എയറിൻ്റെ ഫ്ലോ വരും, ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അപ്പോൾ ഒരു ഡൈനാമിക് ലിഫ്റ്റ് വരും, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലിഫ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ബോൾ അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യും. എയർ ഫ്ലോ അങ്ങോട്ടായതുകൊണ്ട് ബോൾ അങ്ങോട്ടേക്കാണ് ഡീവിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ശരിക്കും ഒറിജിനൽ പാത്ത് ഇതായിരുന്നു. ഇതിൽ നിന്ന് ഒരു അപ്വേർഡ് ലിഫ്റ്റിംഗ് ഉണ്ടാവും, ഒരു ഡൈനാമിക് ലിഫ്റ്റ് വരും ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ആ ഒറിജിനൽ പാത്തിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഡീവിയേഷൻ ഈസ് കോൾഡ്, അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം, ദിസ് ഡീവിയേഷൻ ഈസ് കോൾഡ് മാഗ്നസ് എഫക്റ്റ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, അപ്പോൾ ബെർണോളിസ് തിയറം അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിലുള്ളത് സർഫസ് ടെൻഷൻ എന്നുള്ള ഏരിയ, പിന്നെ ക്യാപ്പിലാരിറ്റി. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഒന്ന്, അതായത് മോളിക്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. ഇത് നമ്മൾ രണ്ട് ടൈപ്പാണ്, ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചതാണ്. ഒന്ന് കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സ്. കോസീവ് ഫോഴ്സ് ആൻഡ് അഡ്ഹസീവ് ഫോഴ്സ്. കോസീവ് ഫോഴ്സ് ആൻഡ് അഡ്ഹസീവ് ഫോഴ്സ്. കോസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ നമ്മൾ ഇപ്പോൾ ഒരു ലിക്വിഡ് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ തന്നെയാണെന്ന് വിചാരിച്ചോ, വാട്ടർ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ വാട്ടർ മോളിക്യൂൾ തമ്മിൽ തന്നെ പരസ്പരം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഇവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും വാട്ടർ മോളിക്യൂളാണ്, ലൈക്ക് മോളിക്യൂൾസ് ആണ് അല്ലേ. അപ്പോൾ രണ്ടും വാട്ടർ മോളിക്യൂളാണ് എന്ന് പറഞ്ഞാൽ ഒരേ സബ്സ്റ്റൻസിലുള്ള, അപ്പോൾ ഇവിടുത്തെ സബ്സ്റ്റൻസ് ആരാണ്? വാട്ടർ. ഒരേ സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ, അട്രാക്ഷനാണ് കോസീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് സെയിം സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷനാണ് കോസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സോ, ഇപ്പോൾ ഈ ബീക്കറിൽ തന്നെ വാട്ടർ മോളിക്യൂൾ, ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെസലാണെങ്കിൽ അപ്പോൾ ഗ്ലാസ്സിലുള്ള ഇതായ മോളിക്യൂൾസ് ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഗ്ലാസ് മോളിക്യൂൾ, ഇത് വാട്ടർ മോളിക്യൂൾ. അപ്പോൾ ഒന്ന് സബ്സ്റ്റൻസ് ഗ്ലാസ്സാണ്, മറ്റേ വാട്ടറാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് അല്ലേ, ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ, ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അതാണ് അഡ്ഹസീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ലൈക്ക് മോളിക്യൂൾ ആണെങ്കിൽ, രണ്ടും ഒരേ വാട്ടർ മോളിക്യൂൾ തന്നെയാണെങ്കിൽ അത് കോസീവ് ഫോഴ്സും, ഡിഫറെൻറ്റ്
ഇതാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾ തമ്മിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അഡ്ഹസീവ് ഫോഴ്സ്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ നമ്മൾ കൈ താഴ്ത്തി വെച്ച് കൈ എടുത്തു കഴിഞ്ഞാൽ കൈ നനഞ്ഞിട്ടുണ്ടാവും അല്ലേ, വെറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താ, നനവ് എന്ന് വെച്ചാൽ എന്നാൽ കൈയിൻ്റെ കൂടെ കുറേ വാട്ടർ മോളിക്യൂൾ ഇങ്ങ് വന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള മോളിക്കൂളും വാട്ടർ മോളിക്കൂളും തമ്മിൽ അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ല. ഒന്ന് കയ്യിലുള്ള മോളിക്കൂളാണ്, പിന്നെ വാട്ടറിലുള്ള മോളിക്കൂളാണ്, പിന്നെ ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ആണ്. അതിലുള്ള മോളിക്കൂൾ തമ്മിലുള്ള അട്രാക്ഷൻ അഡ്ഹസീവ് ഫോഴ്സ്. ആ അഡ്ഹസീവ് ഫോഴ്സ് കാരണമാണ് നമ്മുടെ കൈയിൻ്റെ കൂടെ കൈ മുക്കി കഴിഞ്ഞാൽ, കൈ എടുത്തു കഴിഞ്ഞാൽ കൈയിൻ്റെ കൂടെ കുറേ വാട്ടർ മോളിക്കൂൾ ഇങ്ങ് വരും. കാരണം ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണത്. അപ്പോൾ അഡ്ഹസീവ് ഫോഴ്സാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഞാനൊരു വാട്ടർ മോളിക്കൂൾ എടുത്തു. കുറച്ച് അകലെയായിട്ട് ഒരു വാട്ടർ മോളിക്കൂൾ എടുത്തു. ഈ മോളിക്കൂളും തമ്മിൽ ഓക്കെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക ഇതിൻ്റെ നിയറസ്റ്റ് മോളിക്യൂൾസുമായിട്ട്, അടുത്ത് വരുന്ന മോളിക്യൂളുമായിട്ടാണ് ഈ മോളിക്യൂളിന് അട്രാക്ഷൻ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിചാരിക്കും. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ഓക്കെ, ആ ഡിസ്റ്റൻസ് വരെ മാത്രമേ അതിൻ്റെ ഉള്ളിൽ വരുന്ന മോളിക്യൂൾ വിചാരിക്കും. ആ ഡിസ്റ്റൻസ് വരെ മാത്രമേ ഈ മോളിക്യൂളിന് മറ്റേ മോളിക്യൂളിന് എന്ത് ചെയ്യാൻ പറ്റും. അതിനപ്പുറം ഈ ഡിസ്റ്റൻസിന് അപ്പുറത്തുള്ള മോളിക്യൂളിനെ ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ മോളിക്യൂളിന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് വരെ മാത്രമേ അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് മാക്സിമം ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ്? ഒരു മോളിക്യൂളിന് മറ്റൊരു മോളിക്യൂളിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് ആയത്. ഈ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ വരുന്ന മോളിക്യൂളിനെ മാത്രമേ ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ മോളിക്യൂളിന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ പേരാണ് മോളിക്കുലാർ റേഞ്ച് എന്ന് പറയും. മോളിക്കുലാർ റേഞ്ച്. ആ ഡിസ്റ്റൻസിൻ്റെ അപ്പുറത്താണെങ്കിൽ ആ മോളിക്യൂളുമായിട്ട് ഈ മോളിക്യൂളിന് എന്തുണ്ടാവില്ല, അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ദിസ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് അപ് ടു വിച്ച്, അതുവരെ എ മോളിക്യൂൾ ക്യാൻ അട്രാക്റ്റ് അനദർ മോളിക്യൂൾ. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് മോളിക്കുലാർ റേഞ്ച്. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് മോളിക്കുലാർ റേഞ്ച്. ഇത് എബൌട്ട് 10⁻⁻⁹ മീറ്ററാണ് മോളിക്കുലാർ റേഞ്ച്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു മോളിക്യൂളിനെ ഇവിടെ വെച്ചുകൊണ്ട് മോളിക്യൂളിനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒരു ഇമാജിനറി സ്ഫിയർ സങ്കല്പിക്കുക. ഇതിനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ആ സ്ഫിയറിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, അതിൻ്റെ റേഡിയസ് മോളിക്കുലാർ റേഞ്ചാണെന്ന് വിചാരിച്ചോ. സോ കൺസിഡർ എൻ ഇമാജിനറി സ്ഫിയർ വിത്ത് one molecule at center and its radius is molecular range. Molecular range ആണ്. This sphere is called sphere of influence. That sphere is called sphere of influence. ഓക്കെ, ആ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൻ്റെ പ്രത്യേകത എന്നാ? ഈ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ പറഞ്ഞ അതിൻ്റെ സെൻറ്ററിൽ ഒരു മോളിക്യൂൾ ഉണ്ട് അല്ലേ, പിന്നെ അതിൻ്റെ റേഡിയസ്, അതാ പ്രത്യേകത. അതിൻ്റെ റേഡിയസ് എത്രയാണ്? മോളിക്കുലാർ റേഞ്ചാണ് റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂളൊക്കെ ആയിട്ട് അതുമൊക്കെ ആയിട്ട് ഈ സെൻറ്ററിലുള്ള മോളിക്യൂളിന് അട്രാക്ഷൻ ഉണ്ടാവും. എന്നാൽ ഈ ഉള്ളിലുള്ള മോളിക്യൂളൊക്കെ ആയിട്ട് അട്രാക്ഷൻ ഉണ്ടാവും, സെൻറ്ററിലുള്ള മോളിക്യൂളിന് അട്രാക്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ പുറമേ ആണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവില്ല എന്നല്ല. അപ്പോൾ മോളിക്കുലാർ റേഞ്ചിൻ്റെ പുറമെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അട്രാക്ഷൻ ഉണ്ടാവില്ല എന്നല്ല, അട്രാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ അടുത്തുള്ള മോളിക്യൂളൊക്കെ ആയിട്ട് അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ സ്ഫിയറിൻ്റെ ഈ സെൻറ്ററിലുള്ള മോളിക്യൂളിന് ഈ സ്ഫിയറിൻ്റെ, നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫിയറിൻ്റെ പുറമേയുള്ള മോളിക്യൂളുമായിട്ട് ഈ സെൻറ്ററിലുള്ള മോളിക്യൂളിന് എന്തുണ്ടാവില്ല, അട്രാക്ഷൻ ഉണ്ടാവില്ല. കാരണം അത് മോളിക്കുലാർ റേഞ്ചിൻ്റെ അപ്പുറത്താണുള്ളത്, സ്ഫിയറിൻ്റെ അപ്പുറത്താണുള്ളത്. അപ്പോൾ ഈ സെൻറ്ററിലുള്ള മോളിക്യൂളിന് ആ മോളിക്യൂളായിട്ട് അട്രാക്ഷൻ ഉണ്ടാവില്ല. ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ വരുന്ന മോളിക്യൂളൊക്കെ ആയിട്ട് ഈ സെൻറ്ററിലുള്ള മോളിക്യൂളിന് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇമാജിനറി സ്ഫിയറിൻ്റെ പേരാണ് സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ്. സോ ഇറ്റ് ഈസ് എൻ ഇമാജിനറി സ്ഫിയർ വിത്ത് one molecule at its center
ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് മോളിക്കുലാർ റേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സർഫസ് ടെൻഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് മോളിക്കുലാർ തിയറി ഓഫ് സർഫസ് ടെൻഷൻ. മോളിക്കുലാർ തിയറി ഓഫ് സർഫസ് ടെൻഷൻ. മോളിക്കുലാർ തിയറി ഓഫ് സർഫസ് ടെൻഷൻ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് സർഫസ് ടെൻഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബീക്കർ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ബീക്കറിനകത്ത് ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിൻ്റെ ഇതിൻ്റെ കുറേ ഉള്ളിലായിട്ട് വെൽ ഇൻസൈഡ് ദ ലിക്വിഡ്, ഇതിൻ്റെ കുറേ ഉള്ളിലായിട്ട് നമ്മളിവിടെ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഞാനൊരു മോളിക്യൂളിനെ എടുക്കുന്നു. ആ മോളിക്യൂളിന് ഞാനൊരു പേര് കൊടുത്തു എ. ആ മോളിക്യൂളിൻ്റെ പേരാണ് എ. ഓക്കെ, അപ്പോൾ ആ മോളിക്യൂളിന് ചുറ്റും, ഇതിന് ചുറ്റും ഞാൻ ഒരു സ്ഫിയർ ഓഫ്, ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വരക്കുന്നു. ഇതിന് ചുറ്റും നമ്മളൊരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ ഇവിടെ സെൻറ്ററിലുള്ള മോളിക്യൂളാണല്ലോ എ. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ ഈ എ എന്ന് പറയുന്ന മോളിക്യൂളിന് ചുറ്റും ഇവിടെ എല്ലാവരും ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? കാരണം ഇത് കുറേ ഉള്ളിലല്ലല്ലോ, അപ്പോൾ ചുറ്റും എല്ലാ ഭാഗത്തും ഒരുപോലെ മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ വരുന്ന മോളിക്യൂളൊക്കെ ആയിട്ട്, അങ്ങനെയല്ലേ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൻ്റെ പ്രത്യേകത അതല്ലേ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മോളിക്യൂളൊക്കെ ആയിട്ട്, ഓക്കെ, ഈ സെൻറ്ററിലുള്ള മോളിക്യൂളിൻ്റെ പേരാണ് എ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മോളിക്യൂളൊക്കെ ആയിട്ട് ആ സെൻറ്ററിൽ വരുന്ന മോളിക്യൂളിന് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് വരുന്ന മോളിക്യൂൾസ്, ആ ഭാഗത്തായാലും ഈ ഭാഗത്തായാലും താഴെയായാലും മുകളിലായാലും ഇവിടെയെല്ലാം ചുറ്റും ഒരുപോലെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള മോളിക്യൂള് സെൻറ്ററിലുള്ള മോളിക്യൂളായ എ ഇവിടെ ഈ ഭാഗത്തുള്ള മോളിക്യൂൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും അല്ലേ? എ എന്ന് പറയുന്ന മോളിക്യൂളിനെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഭാഗത്തുള്ള മോളിക്യൂൾ അവിടെ ഉള്ളതുപോലെ മോളിക്യൂൾസ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഭാഗത്തുള്ള മോളിക്യൂൾ അതിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. എ എന്ന് പറയുന്ന മോളിക്യൂളിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആ രണ്ട് അട്രാക്ഷൻ തമ്മിൽ എന്താവും? ക്യാൻസലാവും. അതുപോലെ ഈ ഭാഗത്ത് വരുന്ന മോളിക്യൂൾ ഇതിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. ആ ഭാഗത്ത് വരുന്ന മോളിക്യൂൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. ഇവിടെയുള്ള മോളിക്യൂൾ അത് തമ്മിൽ ക്യാൻസലാവും. ഇവിടെയുള്ള മോളിക്യൂൾ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും, ഇവിടെയുള്ള മോളിക്യൂൾ ഇങ്ങോട്ട്. അപ്പോൾ എല്ലാ അട്രാക്ഷൻ തമ്മിൽ ക്യാൻസലാവും. ഓക്കെ, സോ ചുറ്റും ഒരുപോലെ മോളിക്യൂൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ നെറ്റ് ഫോഴ്സ് ഓൺ മോളിക്യൂൾ എ, റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ മോളിക്യൂൾ എ, ആ സെൻറ്ററിലുള്ള മോളിക്യൂളാണ് എ, അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം എല്ലാ അട്രാക്ഷൻ തമ്മിൽ ക്യാൻസലായിട്ട് അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിൽ ബി 0. ഓക്കെ, അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെയായിരിക്കും. ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മൾ സർഫസിലേക്ക് വരുന്തോറും സ്ഥിതി അങ്ങനെ ആവില്ല. നോക്കുക, നമ്മളൊരു കാര്യം ചെയ്യാം. ഈ സർഫസിൻ്റെ തൊട്ടു താഴെ, ഈ സർഫസിൻ്റെ തൊട്ടു താഴെ ഞാനൊരു മോളിക്യൂൾ എടുത്തു. തൊട്ടു താഴെ അവിടെ ഒരു മോളിക്യൂൾ എടുത്തു. ആ മോളിക്യൂളിന് ഞാനൊരു പേര് കൊടുത്തു. മോളിക്യൂളിൻ്റെ പേര് ബി എന്നാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന മോളിക്യൂൾ എവിടെയാണുള്ളത്? ബി എന്ന് പറയുന്ന മോളിക്യൂൾ ഉള്ളത് ജസ്റ്റ് ബിലോ ദ സർഫസ് ആണ്. ജസ്റ്റ് ബിലോ ദ സർഫസ്, സർഫസിൻ്റെ തൊട്ട് താഴെയുള്ള മോളിക്യൂളാണ് ബി. ഇതിന് ചുറ്റും നമ്മളെങ്ങനെയാണ് സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വരക്കുക? അപ്പോൾ ഇതിന് ചുറ്റും ഞാനൊരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ സ്ഫിയറിൻ്റെ കുറച്ച് ഭാഗമുള്ളത് സർഫസിന് പുറമെയാണ് അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ഭാഗത്തൊക്കെ ഇവിടെയെല്ലാം മോളിക്യൂൾസ് ഉണ്ട്.
ഓക്കെ, ഈ ഭാഗത്തൊക്കെ മോളിക്യൂൾസ്, പിന്നെ ഉള്ളത് കുറേ ഭാഗം പുറമേ അല്ല ഉള്ളത്, പിന്നെ താഴ്ഭാഗത്തും മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ മോളിക്യൂൾസ് എവിടെയാണ്? കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത്, കാരണം ആ സ്ഫിയറിൻ്റെ കുറച്ച് ഭാഗം പുറമേ ഉള്ളത്, അപ്പോൾ കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് താഴ്ഭാഗത്താണ്. അപ്പം മുകളിലുള്ള മോളിക്യൂൾ ഈ ബി എന്ന് പറയുന്ന മോളിക്യൂളിനെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. മുകളിലുള്ള മോളിക്യൂൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. താഴെയുള്ള മോളിക്യൂൾസ് ഇതിനെ ഇങ്ങനെയും അട്രാക്റ്റ് ചെയ്യും അല്ലേ? കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് എവിടെയാണ്? കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് താഴെ ഭാഗത്താണ്, ലോവർ ഹാഫിലാണ്. ഈ സ്ഫിയറിൻ്റെ ലോവർ ഹാഫിലാണ് കൂടുതൽ മോളിക്യൂൾ ഉള്ളത്. അപ്പോൾ കൂടുതൽ മോളിക്യൂൾ ഇവിടെ ഉള്ളത് കൊണ്ട് കൂടുതൽ അട്രാക്ഷൻ താഴോട്ടേക്കായിരിക്കും. ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇറ്റ് എക്സ്പീരിയൻസ് മോളിക്യൂൾ ബി എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് എങ്ങനെ ആയിരിക്കും? നെറ്റ് ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ സർഫസിലേക്ക് സർഫസിൻ്റെ അടുത്തേക്ക് പോകും തോറും എന്താ മനസ്സിലാകുന്നത്? ഇറ്റ് എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൻ്റെ ലിക്വിഡിൻ്റെ സർഫസിലെത്തി എന്ന് വിചാരിച്ചോ. സർഫസിലെത്തി. അപ്പോൾ സർഫസിലുള്ള മോളിക്യൂളാണ് സി. ആ സർഫസിൽ വരുന്ന മോളിക്യൂളാണ് സി. അതിന് ചുറ്റും നമ്മൾ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വരച്ചാലോ? സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ സി എന്ന് പറയുന്ന സർഫസിലുള്ള മോളിക്യൂളിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സർഫസിലുള്ള മോളിക്യൂളിൻ്റെ അവസ്ഥ അതിന് ചുറ്റും സർഫസിൽ തന്നെ ഇവിടെ മോളിക്യൂൾ ഉണ്ടാവും, ഈ ഭാഗത്ത് മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ അതിന് സർഫസ് വിചാരിക്കും, ഒരു ടാങ്കിൻ്റെ സർഫസ് വിചാരിച്ചു. അപ്പോൾ അതിന് ചുറ്റും ഉണ്ടാവും. നമുക്ക് ബോർഡ് മേലെ ഇങ്ങനെ വരക്കാനേ പറ്റൂ, ആ സൈഡും ഈ സൈഡും മാത്രമേ കാണിക്കാൻ പറ്റൂ. ഒരു ബക്കറ്റിൽ ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ സർഫസിൽ ഒരു മോളിക്യൂൾ എടുത്താൽ അതിന് ചുറ്റും ആ സൈഡ് ഉണ്ടാവും, ഈ സൈഡ് ഉണ്ടാവും. സർഫസിൽ തന്നെ ചുറ്റും എല്ലാവരുടെയും മോളിക്യൂൾസ് ഉണ്ടാവും, സർഫസിൽ തന്നെ അല്ലേ? അപ്പോൾ ആ ഭാഗത്തുള്ള മോളിക്യൂൾ ഇതിനെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും, ഈ ഭാഗത്തുള്ള മോളിക്യൂൾ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ മോളിക്യൂളിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സർഫസിലുള്ള ആ മോളിക്യൂളിൻ്റെ അവസ്ഥ ഇവിടെ ഇങ്ങനെ അട്രാക്ഷൻ, ഇവിടെ ഇങ്ങനെ അട്രാക്ഷൻ. അതുപോലെ ചുറ്റും ഞാൻ പറഞ്ഞ സർഫസിൽ തന്നെ ചുറ്റും എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സർഫസിൽ ആ മോളിക്യൂളിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സർഫസിൽ ഉള്ള അവസ്ഥ സർഫസിലുള്ള മോളിക്യൂളിനെ ചുറ്റും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പിടിച്ച് വലിച്ച പോലെ, സർഫസിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പിടിച്ച് വലിച്ചു. ഇനി താഴെ മോളിക്യൂളുണ്ട്, അത് നമുക്ക് പറയാം. അപ്പം സർഫസിലുള്ള മോളിക്യൂളിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇത് അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ വേറൊരു മോളിക്യൂൾ ഇവിടെ എടുത്താലോ, ഈ ഭാഗത്ത് മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും, ഇവിടെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ ചുറ്റും എല്ലാ സൈഡിലേക്കും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ച പോലെ ഇങ്ങനെ ഉണ്ടാവും. സർഫസിലുള്ള മോളിക്യൂളിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയും ദിസ് സർഫസ്, ലിക്വിഡിൻ്റെ സർഫസ് ഓക്കെ ആക്ട് ആസ് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ലിക്വിഡ് സർഫസും ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യുമെന്ന് പറയുന്നത്? സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യുമെന്ന് പറയാൻ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. നമ്മൾ അപ്പോൾ സർഫസിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്, ലിക്വിഡിൻ്റെ സർഫസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ സർഫസിൽ മോളിക്യൂൾ എടുത്താൽ എന്ന അവസ്ഥ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചുറ്റും എല്ലാ വശങ്ങളിലേക്കും ഇങ്ങനെ വലിച്ചു പിടിച്ച പോലെ നമ്മളൊരു ബലൂണെല്ലാം വലിച്ചു പിടിച്ച പോലെ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് സർഫസ്, ലിക്വിഡിൻ്റെ സർഫസ് ആക്ട് ആസ് എ ഇലാസ്റ്റിക് സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യും. പിന്നെ മോളിക്യൂൾസ് ഉള്ളതൊക്കെ ഇവിടെയൊക്കെ അല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ടേക്കല്ലേ അട്രാക്ഷൻ വരിക. അപ്പോൾ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടോ? ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ? അതിൻ്റെ ഫലമായിട്ട് ഈ സർഫസ് ഏരിയ കുറക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ സർഫസിൻ്റെ അവസ്ഥ ചുറ്റും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പിടിച്ച് വലിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യുമെന്ന് പറയുന്നത്. വലിച്ചു പിടിച്ച ബലൂൺ പോലെ സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യും. പിന്നെ അത് ഏരിയ കുറക്കാൻ നോക്കും, സർഫസ് ഏരിയ കുറക്കാൻ നോക്കും, ചുരുങ്ങാൻ നോക്കും. സർഫസ് ഏരിയ കുറക്കാൻ നോക്കും. ഈ പ്രോപ്പർട്ടിയാണ് ലിക്വിഡ് സർഫസിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, സോ എവരി ലിക്വിഡ്
എ വെരി ലിക്വിഡ് സർഫസ് act as a stretched membrane, act as an elastic stretched membrane, and also it tries to reduce its surface area കുറക്കാൻ ശ്രമിക്കും ആ ലിക്വിഡിൻ്റെ സർഫസ്. അപ്പോൾ എല്ലാ ലിക്വിഡ് സർഫസും നമ്മൾ പറഞ്ഞു ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യും, ഇലാസ്റ്റിക് സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസ് ടു ഡിക്രീസ് ഇറ്റ്സ് സർഫസ് ഏരിയ, മിനിമൈസ് ഇറ്റ്സ് സർഫസ് ഏരിയ. അപ്പോൾ ദിസ് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് സർഫസ്, അപ്പോൾ ഏതെല്ലാം പ്രോപ്പർട്ടി? സർഫസ്, ലിക്വിഡിൻ്റെ സർഫസ് ആക്ട് ആസ് ആൻ ഇലാസ്റ്റിക് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആൻഡ് ഓൾസോ ഇറ്റ് ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ്സ് സർഫസ് ഏരിയ. ദിസ് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് സർഫസ്, എല്ലാ ലിക്വിഡ് സർഫസിനും ഉണ്ടായിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയത് ലിക്വിഡ് സർഫസിൻ്റെ ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ ഇത് ഓർമ്മിക്കുക, വെൽ ഇൻസൈഡ് ദ ലിക്വിഡ്, കുറേ ഉള്ളിലായിട്ട് നമ്മൾ മോളിക്കുൾ എടുത്താൽ അതിൻ്റെ ചുറ്റും എല്ലാ ഭാഗത്തും മോളിക്കുൾ ഒരുപോലെ വരുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നമ്മൾ സർഫസിലേക്ക് പോകും തോറും നെറ്റ് ഫോഴ്സ് എങ്ങോട്ട് വരും? ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരും. പിന്നെ സർഫസിലുള്ള മോളിക്കുളിൻ്റെ അവസ്ഥ ഇങ്ങനെ വലിച്ചു പിടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളതിനെ സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യും എന്ന് പറയുന്നത് സർഫസ്. പിന്നെ സർഫസ് എപ്പോൾ ഏരിയ ഡിക്രീസ് ചെയ്യാൻ നോക്കും, ലിക്വിഡിൻ്റെ സർഫസ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് സർഫസ്, ലിക്വിഡ് സർഫസ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി അടുത്ത ക്ലാസ് പറയാം. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക.